സീസൺ 6 19 ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിന്റെ അവസ്ഥ എന്താണ്? ഒന്നും പറയേണ്ട പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ബിഗ് ബോസ് പോകുന്നത്. പ്രത്യേകിച്ച് നല്ല കണ്ടന്റുകൾ ഒന്നുമില്ല. ആകെപ്പാടുള്ള കണ്ടന്റുകൾ നമ്മുടെ ജിൻഡോന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ അവർ കൊണ്ടുപോകുന്ന ആ കോംബോ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒരു വീഡിയോ ഒന്നും ഇട്ടില്ല. കാരണം വേറൊന്നല്ല, എനിക്ക് നല്ലതായ രീതിയിലുള്ള ഒരു കണ്ടന്റോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പറയാനുള്ള ഒരു കണ്ടന്റോ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെപ്പാടുള്ളത് നമ്മുടെ ജാസ്മിൻ ഗബ്രി അവരുണ്ടാക്കുന്ന കുറച്ച് കോംബോകൾ. അതിന് ഹൈപ്പ് കൊടുത്തോണ്ട് വീഡിയോ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ എന്തേലൊക്കെ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കണ്ടന്റോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ബിഗ് ബോസ് ആകെ ഒരുമാതിരി രീതിയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല. ശരിക്കും പറഞ്ഞ ഉറങ്ങിയ ഒരു വീടിന്റെ അവസ്ഥയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സീസൺ 5 ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസ് സീസൺ 6ന്റെ ഒരു പോക്ക് കണ്ടിട്ട് അറിയില്ല. എന്തായാലും നമുക്ക് നാളെ ഇനിയിപ്പോ ശനിയാഴ്ച ഒരു വൈൽഡ് കാർഡ് വരുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിജോ ചിലപ്പോ നാളെ വരാനുള്ള ചാൻസ് ഉണ്ട്. കൺഫേംഡ് അല്ല. എന്തായാലും വൈൽഡ് കാർഡ് ഉറപ്പാണ് നാളെ വരുന്നുള്ളത്. നമുക്ക് നോക്കാം സിജോന്റെ കാര്യം. സിജോ ഓക്കെ ആണെന്ന് തോന്നുന്നു. ചിലപ്പോ നാളെ എന്തായാലും വരുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഇന്ന് മെയിൻ ആയിട്ട് അവിടെ നടന്നത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കും അതുപോലെ തന്നെ ജയിൽ ടാസ്ക് ആണ് നടന്നത്. ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നത് നമ്മുടെ ജാൻമണിയും പിന്നെ നോറ അതുപോലെ തന്നെ ശ്രീ, ഇവര് 3 പേരാണ് സെലക്ട് ചെയ്തത്. കുറെ നേരങ്ങൾക്ക് ശേഷം നമ്മുടെ ജാൻമണി പിന്നെ വിജയിക്കുകയുണ്ടായത്. നമ്മുടെ നോറ നല്ല രീതിയിൽ തന്നെയാണ് മത്സരിച്ചത്. ലാസ്റ്റ് പക്ഷെ നമ്മുടെ ജാൻമണിയാണ് ജയിച്ചത്. എന്തായാലും ജാൻമണി നമുക്ക് ക്യാപ്റ്റനായി കാണാം അടുത്ത ആഴ്ച. അതുപോലെ തന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയിൽ ടാസ്ക് ആയിരുന്നു. അതാണ് സംഭവ വികാസം. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലുള്ള ഒരു മെമ്പേഴ്സിനും തിങ്ക് ചെയ്ത് കളിക്കാനുള്ള ഒരു ഇതില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവർ ചിന്തിച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ ജാസ്മിനും ഗബ്രിയെയും അവർ ഒരിക്കലും ജയിലിലോട്ട് വിടില്ലായിരുന്നു. അവർ തന്നെ കുറ്റം പറയുന്നുണ്ട്, ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചിരുന്നുള്ള കോംബോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജാസ്മിനെയും ഗബ്രിയേയും അവർ ജയിലിലോട്ട് വിട്ടു? അവർക്കൊന്ന് തിങ്ക് ചെയ്യുമായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അപ്സരേനെ ജയിലിലോട്ട് ഇടായിരുന്നു. കാരണം ഓൾറെഡി നമ്മുടെ പവർ ടീം നമ്മുടെ ഗബ്രീനെ സെലക്ട് ചെയ്തതും ശരിക്കും കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഗബ്രീനെക്കാട്ടും കൂടുതൽ നിയമങ്ങൾ ലംഘിച്ചത് നമ്മുടെ ജാസ്മിനാണ്. കാരണം വേറൊന്നല്ല, കഴിഞ്ഞ വീക്കിൽ കണ്ടു കാണാം നമ്മുടെ ഫുൾ നമ്മുടെ മൈക്ക് ഉരി വെച്ചിട്ടും പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ പോയി ഇരുന്നിട്ടും ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ടും നമ്മുടെ ഓരോ വീഡിയോസ് ഒക്കെ പുറത്തു വന്നായിരുന്നു. അതിന് നമ്മുടെ ബിഗ് ബോസ് ഓൾറെഡി വാണിംഗ് കൊടുത്തതാണ്. 3 പ്രാവശ്യത്തിൽ കൂടുതൽ വാണിംഗ് കൊടുത്തതാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ജാസ്മിനാണ് കുറച്ചും കൂടെ ഇതുള്ളത്, മീൻസ് ഡയറക്റ്റ് ജയിൽ ടാസ്കിലോട്ട് ഇടേണ്ടത്. പക്ഷെ നമ്മുടെ ഗബ്രിയിലാണ് ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഋഷിയും അതുപോലെ തന്നെ അർജുനും അപ്സരേനെയാണ് സെലക്ട് ചെയ്തത്. അതായത് നമ്മുടെ റാസ്കൽ എന്ന വേർഡ് യൂസ് ചെയ്തതല്ലോ. അതേ തുടർന്ന് നമ്മുടെ അപ്സരേനെയാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ ശരണ്യും അതെ അപ്സരേനെ തന്നെയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ളവർ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടായി. നമ്മുടെ ജാസ്മിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും അപ്സരേനെ തന്നെ പറയേണ്ട ഒരു കാരണം തന്നെയായിരുന്നു അത്. പക്ഷെ ഇച്ചിരി തിങ്ക് ചെയ്ത് കളിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ അപ്സരേനെ നമുക്ക് ജയിലിലോട്ട് വിടായിരുന്നു. അപ്പം ഇത്രയും അവരെ ജയിലിനകത്ത് കടന്ന് കാണിക്കുന്ന ഇത് കണ്ട് നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. കാരണം അറിയാലോ, കഴിഞ്ഞ രാത്രികളല്ലാതെ ഒരു 10 മണി അത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയം കൊടുക്കുള്ളൂ. അപ്പൊ അവരുടെ ഈ കോംബോ കൊണ്ടുള്ള വെറുപ്പിക്കൽ തുടങ്ങും. അത് കാണാൻ ഒരു താല്പര്യം ഇല്ലാതെ. അതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് ലൈവ് കാണാറില്ല. അതുകൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് ലൈവ് കാണാതെയും നമ്മുടെ എപ്പിസോഡ് കാണാതെയും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്? എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ കാണുന്നത്. കാരണം എനിക്ക് മാതിരിയുള്ള അവരുടെ കോപ്രായങ്ങൾ കാണാനും അത് വന്നിരുന്ന് പറയാനും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷെ ഇനിയും ഒന്നുമില്ല. ഇനിയിപ്പോ നാളെ ആണ് എനിക്കൊരു പ്രതീക്ഷയുള്ളത്. നമ്മളൊരു അടിപൊളി വൈൽഡ് കാർഡ് വരുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഒന്ന് അടിച്ചമർത്താനുള്ള ഒരു വൈൽഡ് കാർഡും അതുപോലെ തന്നെ സിജോ എന്തായാലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കി തന്നെ വരണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം വേറൊന്നുമല്ല, എന്നാലാണ് പുറത്തത്തെ പൾസ് അറിഞ്ഞ് കളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജനങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇവരുടെ കുറച്ച് കോംബോനെ അടിച്ചു താത്താൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു കോംബോ ഇനിയും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കോംബോ കണ്ടിട്ട്? ഓൾറെഡി ജാസ്മിന് നല്ല രീതിയിൽ ഒരു അവസരം കിട്ടിയതാണ്. ജാസ്മിന്റെ ഫാദർ വന്നിട്ട് സംസാരിച്ചാണ്. എന്നിട്ടും എന്തുകൊണ്ട് ജാസ്മിൻ
വീണ്ടും ഈ രീതിയിലോട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അവിടെ മറിച്ച് വേറൊരു മത്സരത്തിക്കാണ് ആ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും അത് യൂസ് ചെയ്ത് കളിക്കുമായിരുന്നു. ജാസ്മിൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ചിലപ്പോ ഒരു പക്ഷേ വേണമെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷെ ഈ രീതിയിൽ ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ എന്തായാലും ഒരു ദിവസം പുറത്ത് വരും. ആ പുറത്ത് വന്നാൽ ജാസ്മിൻ അനുഭവിക്കാൻ പോകുന്ന സൈബർ അറ്റാക്ക് ചെറുതൊന്നുമല്ല. ഇപ്പോഴേ തന്നെ നല്ല രീതിയിൽ തന്നെ സൈബർ അറ്റാക്ക് ഉണ്ട്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും പിന്നെ നമുക്ക് വേറെ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ജാസ്മിന്റെ തന്നെ തെറ്റാണ് അത്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ നമ്മുടെ ഗബ്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗബ്രി നല്ലൊരു പ്ലെയർ ആണ്. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഗബ്രിന്റെ ഒരു ഗെയിം ആർക്കും ഇഷ്ടപ്പെടാനേ തോന്നില്ല. കാരണം ഈ ഒരു കോംബോ കണ്ട് എല്ലാവരും വെറുത്തുപോയി. പിന്നെ എങ്ങനെ എത്ര നല്ല രീതിയിൽ കളിച്ചാലും നമുക്ക് അവരെ ഒരു ഇഷ്ടം നമുക്ക് തോന്നത്തില്ല. ഇനിയിപ്പോ നമുക്ക് ഒരു ആകപ്പാടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് വരിക എന്നുള്ളതാണ്. നമ്മുടെ സീസൺ 6 തന്നെ മാറ്റിമറിക്കണമെങ്കിൽ നല്ലൊരു വൈൽഡ് കാർഡ് തന്നെ വരണം. അല്ലാതെ വൈൽഡ് കാർഡും ഒരു പൊട്ടിച്ചിട്ടുന്ന ഒരു വൈൽഡ് കാർഡ് ആണെങ്കിൽ നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം, എന്തായാലും നമ്മുടെ ബിഗ് ബോസ് നല്ലൊരു വൈൽഡ് കാർഡിനെ തന്നെ കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാ സീസണിലും നമ്മുടെ വീക്ക്ലി ടാസ്ക് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യത്തെ ഒരു സീസണിൽ വീക്ക്ലി ടാസ്കേ ഇല്ല. അടുത്ത ആഴ്ചയെങ്കിലും നമ്മുടെ ബിഗ് ബോസ് വീക്ക്ലി ടാസ്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അവരുടെ ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആകപ്പാടെ ഒരു ദിവസം 2 ദിവസം ടാസ്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ ഇരിക്കുക. അവർക്ക് പിന്നെ എന്താണ് അവിടെ ഉള്ളത്? ചുമ്മാ വെറുതെ ഇരിക്കുന്നു, അവിടെ ഇങ്ങനെ ഓരോന്ന് പറയുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് ടാസ്ക് ഇല്ല, ഒന്നുമില്ല. നല്ല രീതിയിൽ ഫുഡ് കിട്ടുന്നുണ്ട്, വേറെ പണിയൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ ടാസ്ക് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും വീക്കിലി ടാസ്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീക്കിലും വീക്കിലി ടാസ്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പുതിയ വൈൽഡ് കാർഡ് ആരാന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും അറിയുകയാണെങ്കിൽ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുപോലെ തന്നെ പുതിയ നല്ല കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.